പെരുന്നയിൽ NSS സെക്രട്ടറി പറയുന്നത് ശബരിമല വിഷയത്തിൽ ശരിദൂരമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, ബാക്കി എല്ലാ വിഷയത്തിലും പക്ഷേ സമദൂരമാണ്. ഇപ്പോൾ ശബരിമലയിൽ കൊള്ള നടത്തിയതിൽ ആരൊക്കെയാണോ കുറ്റവാളികൾ അവരെല്ലാം തന്നെ ശിക്ഷിക്കപ്പെടണം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് NSSന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു കമൻറ്റ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതേക്കുറിച്ച് രാമേന്ദ്രൻ സാറുണ്ട്, പിയേഴ്സൺ സാറുണ്ട് വിഷയം ചർച്ച ചെയ്യാനായിട്ട്. സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് എന്താണെന്ന് വെച്ചാൽ ശബരിമലയുടെ കാര്യത്തിൽ മുമ്പ് സുപ്രീം കോടതി വിധിക്ക് ശേഷം NSS എടുത്ത നിലപാടും ഈ അടുത്ത കാലത്ത് ഈ കൊള്ളയൊക്കെ CPM നടത്തിയ ശേഷം സുകുമാരൻ നായർ, പെരുന്നമണിച്ചേട്ടൻ അദ്ദേഹം എടുത്ത നിലപാടും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ നിലപാട് NSSന് അല്ലെങ്കിൽ സുകുമാരൻ നായരിൽ രൂപീകരിച്ചത് മുരാരി ബാബു എന്ന് പറഞ്ഞ ആളായിരുന്നു. അദ്ദേഹം പെരുന്നയിൽ താലൂക്ക് യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം ഈ ദേവസ്വം ജോലികളൊക്കെ നിർവഹിച്ചതിൻ്റെ കൂടെ പെരുന്ന ആസ്ഥാനത്ത് തന്നെ താലൂക്ക് യൂണിയൻ്റെ നടത്തിപ്പും മുരാരി ബാബു ആയിരുന്നു. മുരാരി ബാബു CPM-കാരനാണ്. അപ്പം മുരാരി ബാബുവാണ് CPM-ന് വേണ്ടി പമ്പാ സംഗമം നടത്തിക്കൊടുത്തത്. ഈ അത്യാവശ്യം ഈ പാചകം, ദേഹണ്ഡം, ഈ വക കാര്യങ്ങളിലൊക്കെ നല്ല വ്യുൽപ്പത്തി ഉള്ളൊരാളാണ് ഈ മുരാരി ബാബു. തിരുനക്കരയിലും ഏറ്റുമാനൂരും ഒക്കെ നേരത്തെ ഇത് ചെയ്ത് വളരെ പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അപ്പം മുരാരി ബാബുവാണ് ആ സമയത്ത് നയം തീരുമാനിച്ചത്. കാരണം മുരാരി ബാബു CPM-കാരനാണ്. അപ്പോൾ ആ കാര്യത്തിൽ, കൊള്ളയുടെ കാര്യത്തിൽ CPM-ന്റെ കൂടെ നിൽക്കണം എന്നുള്ള നിലപാട് എടുത്തു. ആ സമയത്ത് പ്രതിയാണല്ലോ മുരാരി ബാബു, പ്രതിയാണെന്നുള്ളത് പിന്നീട് തെളിഞ്ഞും വന്നു. അയാൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുകുമാരൻ നായർ കാണുകയാണ്, നമുക്ക് വീണ്ടും ശബരിമലയുടെ കാര്യത്തിൽ ശരിദൂരം തന്നെ സ്വീകരിക്കാം എന്നുള്ളത്. കൊള്ള നടന്ന സമയത്ത് സമദൂരമായിരുന്നു ശബരിമലയുടെ കാര്യത്തിൽ. ഇപ്പം ശരിദൂരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി വന്ന സമയത്തെ നയത്തിലേക്ക് NSS തിരിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ സമദൂരം എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഏത് ഭരണമായിക്കോട്ടെ, കൂടുതൽ നായന്മാർ തിരഞ്ഞെടുക്കപ്പെടണം, കൂടുതൽ നായന്മാർ MLA-മാരാകണം, കൂടുതൽ നായന്മാർ MP-മാരാകണം, കൂടുതൽ നായന്മാർ മന്ത്രിമാരാകണം. ഇതാണ് ഈ സമദൂരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന സ്ഥലത്ത് LDF നായർ ജയിപ്പിക്കുക, ജയിക്കുന്ന നമുക്ക് തോന്നുന്ന സ്ഥലത്ത് UDF നായരെ ജയിപ്പിക്കുക, രണ്ട് സ്ഥലത്തും കാൽ വയ്ക്കുക, രണ്ട് വള്ളത്തിലും കാൽ ചവിട്ടി നിൽക്കുക. ഇതാണ് ഈ സമദൂരം എന്ന് പറയുന്നത്. ഇപ്പം ശബരിമലയുടെ കാര്യത്തിൽ അയ്യപ്പൻ സുകുമാരൻ നായർക്ക് നല്ല ബുദ്ധി തോന്നിച്ചിട്ടുണ്ട്. കാരണം അയ്യപ്പൻ ഒരു ജ്വല്ലർ മാത്രമാണെന്നാണ് പിണറായി വിജയനും CPM-ഉം കരുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, അദ്ദേഹം ദൈവം തന്നെയാണ് എന്നുള്ള ധാരണയിലേക്ക് സുകുമാരൻ നായർ മടങ്ങിയെത്തിയിരിക്കുന്നു. നല്ലത്. സുകുമാരൻ നായരുടെ പോളിസി നേരത്തെ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ജയിക്കുന്ന നായരെ ജയിപ്പിക്കുക എന്നുള്ളത്, അത് എന്നും എക്കാലത്തും അതിലൊരു മാറ്റമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. LDF ആണ് ജയിക്കുന്നതെന്ന് തോന്നിയാൽ അവിടെ നായരാണ് നിൽക്കുന്നതെങ്കിൽ ആ നായർ ജയിക്കട്ടെ എന്ന് തീരുമാനിക്കും. UDF ആണ് ജയിക്കുന്നതെന്ന് തോന്നിയാൽ ആ നായർ ജയിക്കട്ടെ എന്ന് തീരുമാനിക്കും. അങ്ങനെയാണ് ഇതുവരെ തുടർന്നു വന്നിരിക്കുന്നത്. ഇതിനെയാണ് ഈ സമദൂരം എന്ന് പറയുന്ന സിദ്ധാന്തം അല്ലേ അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നത്. ശരിദൂരം എന്ന് പറയുന്നത് ശരിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ള കാഴ്ചപ്പാടായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് യുവതീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം തീരുമാനം വന്ന സമയത്ത് അതിനെ ശക്തമായിട്ട് എതിർക്കാനായിട്ട് NSS തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ ഒരു ഫലം കേരളത്തിലെ തെരുവോരങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞു. അതാണ് നാമജപ ഘോഷയാത്രയായിട്ട് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ വലിയ പ്രതിഷേധമായിട്ട് അലയടിച്ചത്. അത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒട്ടുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ കൂടെ ചേരുകയും അങ്ങനെ അതൊരു വലിയ സമരമായി പ്രക്ഷോഭമായി മാറിത്തീരുകയും അത് അന്ന് CPM-ന് അതിശക്തമായിട്ടുള്ള അടിയായി തീരുകയും ചെയ്തു. അതുപോലെ ഇപ്പോൾ ഈ നേരത്തെ മുരാരി ബാബുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. മുരാരി ബാബു ഈ പെരുന്നയിലെ പ്രധാന നായരായിരുന്നു. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. രാഷ്ട്രീയമായിട്ട് മുരാരിക്ക് പക്ഷേ നിലയുറപ്പിക്കേണ്ടത് CPM-ലായിരുന്നു. കാരണം അധികാരം CPM-നൊപ്പമാണ്. അപ്പം മുരാരി നായരും എന്ത് ചെയ്തു? CPM-നൊപ്പം സഞ്ചരിച്ചു. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അദ്ദേഹം പ്രതിയാകുകയും അദ്ദേഹം ജയിലിലടക്കപ്പെടുകയും ചെയ്തു. ഇനി സുകുമാരൻ നായർ ആരെ സംരക്ഷിക്കും? അതാണ് സുകുമാരൻ നായരുടെ മുന്നിലുള്ള ഇപ്പോൾ ചോദ്യം. ആരെയും സംരക്ഷിക്കേണ്ടതില്ല, നമുക്ക് അയ്യപ്പനെ സംരക്ഷിക്കാം.
ഈ ആ മുരാരി അയ്യപ്പൻ്റെ ബാബു- സംരക്ഷണമാണ് ഈ ശരി ദൂരം എന്ന് പറയുന്ന സിദ്ധാന്തത്തിൻ്റെ ഈ പ്രഖ്യാപനം. എന്തെല്ലാം ഇനി വരും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ദൂരത്തിലായി ഇപ്പോൾ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനം വരും എന്നാണ് കരുതുന്നത്. അല്ല, ഈ മുരാരി ബാബു എന്ന് പറയുന്ന ആള് ഈ പറയുന്ന സുകുമാരൻ നായർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. സുകുമാരൻ നായരുടെ കെയർ ഓഫിൽ വളർന്നു വരുന്ന ഒരാളാണ്. അപ്പോൾ NSSന്റെ എല്ലാ പിന്തുണയും ഈ ശബരിമല കൊള്ള അല്ലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം മുരാരി ബാബു ഒന്നും ചെയ്തില്ല, പിണറായി വിജയനൊക്കെ സംരക്ഷിച്ചറിയാം. പിന്നീട് തള്ളിപ്പറയുകയും അറസ്റ്റ് ആവുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ NSS സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഒന്നും പറയുന്നില്ല. ഒന്നും പറയാതിരിക്കുന്നതിൻ്റെ കാരണം അന്ന് ഈ സുകുമാരൻ നായരുടെ മകനും മരുമകൾക്കുമെതിരെ, അല്ലെങ്കിൽ മകൾക്കും മരുമകനുമെതിരെ എന്തോ ഒരു കേസ് വരുന്നു. അവരുടെ ചില ഇടപാടുകളൊക്കെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അന്വേഷണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച. ഇപ്പോൾ വീണ്ടും ഒരുപക്ഷെ മന്നം ജയന്തിയുമായിട്ട് അല്ലെ സമാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നപ്പോഴായിരിക്കാം സുകുമാരൻ നായർ ഇത്തരം കാര്യം പറഞ്ഞത്. ഇതുവരെ അല്ലെങ്കിൽ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? അതെന്താന്ന് വെച്ചാൽ ഈ നമുക്ക് ശരിദൂരം രാഷ്ട്രീയത്തിൽ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് എങ്ങനെയാണ് വീശുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ശരിദൂരം സ്വീകരിക്കേണ്ടത്. NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഭരണവർഗത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ ഈ ശരിദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം നോക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UDFന് അനുകൂലമായ കാറ്റാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ഈ കൊള്ളയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വിശ്വാസികളുടെ സപ്പോർട്ട് കിട്ടില്ല. നമ്മൾ വീണ്ടും വിശ്വാസികളുടെ കൂടെ നിൽക്കണം എന്ന് അങ്ങനെ കരുതുന്നു സുകുമാരൻ നായർ. NSS അങ്ങനെ ശരിദൂരം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് അത് പിണറായി വിജയന് വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ LDFന് വലിയ തിരിച്ചടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള വേറൊരു കാരണം കൂടിയായി ഈ ശരിദൂര പ്രഖ്യാപനം. അതുകൊണ്ട് NSS നായന്മാർ, പലതരം നായന്മാരുണ്ടല്ലോ, CPM നായന്മാരുണ്ട്, BJP നായന്മാരുണ്ട്. NSS നായന്മാർ എന്ന് പറഞ്ഞ വിഭാഗം UDFന്റെ കൂടെ നിൽക്കണം എന്നാണ് ഈ ശരിദൂര പ്രഖ്യാപനത്തിന്റെ അർത്ഥം. അതെ, അതൊരു പ്രവചനാത്മകമായിട്ടുള്ള പ്രഖ്യാപനമാണെന്നുള്ള അർത്ഥം. അതായത് NSS നായന്മാർ എന്ത് ചെയ്യണം എന്നത് അവരെ സ്വകാര്യമായി വിളിച്ചു പറയുന്നതിന് പകരം ഈ മന്നം സമാധിയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ അത് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിച്ചു. നോക്കൂ NSS നായന്മാരെ, നമ്മളുടെ നിലപാട് ഇതാണ്, ഇനി നിങ്ങൾ അതിനനുസരിച്ച് കരുക്കൾ നീക്കിക്കൊള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ അത് LDFനെതിരെ ഉള്ള ഒരു കരുനീക്കത്തിനുള്ള ഫ്ലാഗ് ഓഫ് ആണ് അല്ലേ? അതെ, അതാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ ഇപ്പം എന്തായാലും ഈ സമദൂരം മതി എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു മുൻതൂക്കം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി പെരുന്നേ വന്നിട്ട് UDFന്റെ നേതാക്കളൊക്കെ വന്ന് കാണ്, അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടെന്നുള്ള ഒരു പിന്തുണ തരാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാനല്ലേ ശ്രമിക്കുന്നത്? ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ശരിദൂരം മൈനസ് സമദൂരം ഈസ് ഈക്വൽ ടു എന്നുള്ളത് കാണണം. അതാണല്ലോ അതിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ UDFന്റെ കൂടെ നമ്മൾ എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്ന NSSന്റെ നയം എന്നാണ് അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന രാഷ്ട്രീയം. അതുകൊണ്ട് വലിയ, അതായത് ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പിണറായി വിജയൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണല്ലോ CPIക്കെതിരെ, ലീഗിനെതിരെയൊക്കെ. അതാണ് വെള്ളാപ്പള്ളി നടേശൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുമന്ന് പിണറായി വിജയൻ നടക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ കൂടെ പെരുന്നാൾ നായർ ചേരില്ലല്ലോ. സുകുമാരൻ നായർ അതിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ സുകുമാരൻ നായർ ശരിയായ തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണ UDFനായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പരിഭാഷപ്പെടുത്തേണ്ടത്. ഈ ശരിദൂരം സമദൂരം എന്നൊക്കെ പറയും. നമ്മൾ പരിഭാഷപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് NSS നായന്മാർ അത് പരിഭാഷപ്പെടുത്തി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള സന്ദേശമാണ് അതിനകത്തുള്ളത്. പക്ഷെ അതുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവരൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ പെരുന്ന നായർക്കോ അല്ലെങ്കിൽ പെരുന്നയിലെ പോപ്പിനോ ഒന്നും കേരളത്തിലെ നായന്മാരെ അങ്ങനെ കാര്യമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പടയാളികളുണ്ട് അല്ലേ? ആ പടയാളികൾ അദ്ദേഹത്തിൽ നിന്ന് ആജ്ഞകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അത് നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഇതാണ് എന്നുള്ളത്. അല്ല, ഈ ഇതാണ് നമ്മൾ വെള്ളാപ്പള്ളി മനസ്സിലാക്കി. നടേശന്റെ കൂടെ ആയാലും സുകുമാരൻ നായരുടെ കൂടെ ആയാലും അവരെ ഇരുവരെ അനുകൂലിക്കുന്ന കുറെ ആൾക്കാർ കൂടെ ഉണ്ട് എപ്പോഴും. പക്ഷേ ഈ രണ്ട് നേതാക്കൾ, സാമുദായിക നേതാക്കളും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമുദായത്തിൽ പെട്ടവർ അനുസരിക്കില്ല. ഇപ്പം പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ആരുടെ കൂടെ നിൽക്കുന്നോ അവരുടെ എതിർ പാർട്ടി ആയിരിക്കും ജയിക്കുക. സുകുമാരൻ നായർ ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് എതിരായിരിക്കും ഈ സമുദായ വിശ്വാസികൾ വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള സമയത്ത്, കാരണം ഇനി വരാൻ പോകുന്ന UDF ആണെങ്കിൽ UDFനൊപ്പം നിൽക്കുകയാണ് സേഫ് എന്ന് സുകുമാരൻ നായർ മനസ്സിലാക്കുന്നു. പക്ഷേ LDFന് ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റുന്നില്ല. കാരണം പിണറായി വിജയൻ എന്തെങ്കിലും ഒരു അന്വേഷണവുമായി പോയാൽ അത് തൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരികയും സമുദായങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ തങ്ങളൊരു വലിയ മോശം കുടുംബമാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത കുടുംബമാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടും. ആ ഒരു പേടി സുകുമാരൻ നായർക്കില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം പച്ചയ്ക്ക് ഞങ്ങൾ UDFന്റെ കൂടെ എന്ന് പറയാത്ത ശരിദൂരം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കുടുംബത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശരിദൂരവും കൂടി ഇതിന്റെ ഉള്ളിൽ അന്തർധാരയായിട്ട് കിടപ്പുണ്ട്. അതാണ് ശരിദൂരം എന്ന് പറയുന്നത്. അതായത് ശരിദൂരത്തെ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് വ്യാഖ്യാനിച്ച് അർത്ഥം കാണരുത്. സകല കച്ചവടക്കാർക്കും അവരുടേതായ ശരിദൂരം ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് അതൊരു പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.